അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇതിൽ കണ്ടന്റ് ഇല്ല വേറെ, അതുകൊണ്ട് ഇപ്പം ഞാൻ ആലപ്പുഴയിലാണ് താമസിക്കുന്നത്. അപ്പം ആലപ്പുഴയിൽ മുല്ലക്കൽ ചെറുപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിലെ ഉത്സവം, മുല്ലക്കൽ അമ്പലത്തിൽ. അപ്പം ആ അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോഴത്തേക്കും ഡിസംബർ മാസത്തിൽ ഏകദേശം മുഴുവൻ ഒരു എന്താ പറയുന്നത് സെലിബ്രേഷനായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം ചെറപ്പെന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഉത്സവമാണ് ഡിസംബറിലുള്ള. ഡിസംബർ 25-ാം തീയതിയാണ് ഏറ്റവും അവസാനത്തെ ചെറപ്പിൻ്റെ ദിവസം. 26-ാം തീയതി ഭീമ ജ്വല്ലേഴ്സിൻ്റെ ഒരു ഫൈനൽ, അവസാനത്തെ എന്ന് പറഞ്ഞാൽ 25-ന് നിർത്തി ചെറുപ്പ് അവസാനിക്കുന്നതിന് പകരം 26-ാം തീയതി എന്ന് പറയുന്നത് ഭീമ ജ്വല്ലേഴ്സ് ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങനെയാണ് ഇപ്പോൾ കാലകാലങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ചെറുപ്പിനെ പറ്റി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുനാൾ മുതലേ ചെറുപ്പ് കണ്ട് പിന്നെ ചെറുപ്പിന് പോകാതായി. അതെന്താന്ന് അറിഞ്ഞൂടാ. അങ്ങനെ തിരക്കെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ തിരക്കായി ചെറുപ്പിൻ്റെ സമയത്ത്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ചെറുപ്പിന് പല നമ്മളിവിടെ കടകൾ വരും, പുതിയ സാധനങ്ങൾ വരും, എക്സിബിഷൻ ഇഷ്ടം പോലെ ഉണ്ട് SDV ഗ്രൗണ്ടിൽ സ്കൂളിൽ. പിന്നെ കാർണിവലുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കഴിഞ്ഞാണ് അതിൻ്റെ മുമ്പിലത്തെ വർഷമാണ് എപ്പോഴൊക്കെ കാർണിവൽ ബീച്ചിലേക്കൊക്കെ ഷിഫ്റ്റ് ആയിരുന്നു. നമ്മൾ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു പണ്ട് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പം ഗ്രീൻ കോർണർ ഒരു ഹോട്ടലുണ്ട്, അതിൻ്റെ തൊട്ടിപ്പുറത്ത് കുറച്ച് സ്ഥലമുണ്ട്. അവിടെയാണ് മരണക്കിണർ, ജയൻറ്റ് വീല്, പിന്നെ ഒരു ഡ്രാഗൺ പോലത്തെ ഇങ്ങനത്തെ ഒരു ബോട്ടൊക്കെ ഉള്ള ആ സ്ഥലം. അങ്ങനെ കുറേ പരിപാടികളുണ്ട് അതിൻ്റെ അകത്ത്. മറ്റേ ഇങ്ങനെ റിങ്ങൊക്കെ എറിഞ്ഞിടുന്ന സാധനം, പിന്നെ ഇങ്ങനെ കുറേ കപ്പിങ്ങനെ അടുക്കി വെച്ചിട്ട് ബോൾ എറിഞ്ഞിടണം. ഈ വർഷം ഞാൻ ഒന്നിനും പോയില്ല. ചെറുപ്പിന് തിരക്കിൻ്റെ ഇത് കാരണം എവിടെയും പോയില്ല. അതുമല്ല കുറേ 2-3 വർഷം ഇപ്പം ചെറുപ്പിനൊക്കെ ഞാൻ പോയിട്ട്. പക്ഷേ ഇന്ന് ഞാൻ ചെറുപ്പിന് പോകേണ്ടി ഒരു സാഹചര്യം വന്നത്. സാഹചര്യമല്ല, ചുമ്മാ പോയതാണ്. കസിനൊക്കെ ആയിട്ട് ചുമ്മാ ഒന്ന് പോയതാണ്. അപ്പം കരിമ്പ് ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫെയർ ഉണ്ട്, ഈ കാർണിവൽ നടക്കുന്ന സ്ഥലം. കാർണിവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ പിള്ളേരെ കളിക്കുന്ന കുറേ സാധനങ്ങൾ, അങ്ങനത്തെ ഈ പറഞ്ഞ സാധനങ്ങൾ, ജയൻറ്റ് വീല് അതൊക്കെ ഉണ്ട്. അപ്പം എല്ലാം തീർന്നു. ഏകദേശം 25-ാം തീയതി കഴിഞ്ഞു. ഇപ്പം ന്യൂ ഇയർ ആകാൻ പോകും. അപ്പം ഞങ്ങളവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് കസിനൊക്കെ പറഞ്ഞു ജയൻറ്റ് വീലിൽ കയറാൻ പറഞ്ഞു. ജയൻറ്റ് വീലിൽ കയറി. ജയൻറ്റ് വീലിൽ കയറുന്നതിന് 100 രൂപയായിരുന്നു. കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ടിക്കറ്റ് എടുത്ത് ക്യൂവിൽ നിൽക്കും. അപ്പോൾ ജയൻറ്റ് വീൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. 10 റൗണ്ടാണ് ഒരു ടിക്കറ്റിന് എന്ന് പറഞ്ഞാൽ 100 രൂപയ്ക്ക് 10 റൗണ്ട് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. 10 റൗണ്ട് കഴിയുമ്പോഴത്തേക്കും നിർത്തിയിട്ട് അവർ നമ്മളെ ഇറക്കി വിടും. അതാണ് സംഭവം. 3 പേർക്ക് ഒരുമിച്ച് ഒരു ജയൻറ്റ് വീലിൻ്റെ ഒരു ഇതിൽ ആ ഒരു പെട്ടിക്കകത്തിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ 3 പേരായതുകൊണ്ട് 3 ഇതിൽ കയറിയിരുന്നു. 2 പേര് ഇരിക്കാതെ സിംഗിളായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. കയറാൻ നിന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞാൽ 2 പേര് ഒരെണ്ണത്തിലും ഒരാൾ സെപ്പറേറ്റ് ആയിട്ട് വേറെ ആരെങ്കിലും പുറകെ നിൽക്കണം, അവരോട് കയറണമെന്ന് പറഞ്ഞു. പ്ലാനെല്ലാം തെറ്റി ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനായിരുന്നു ഒറ്റയ്ക്കായത്. 2 പേര്. അപ്പം ഞാൻ മാത്രം ഒരു സിംഗിൾ ഇതിലായി, ബാക്കി 2 പേര് വേറെ. എൻ്റെ കൂടെ കയറിയ ആൾക്ക് ചെറുതായിട്ട് പേടിയുണ്ടായിരുന്നു. അപ്പം മേളിലോട്ടൊക്കെ പോയപ്പോഴത്തേക്ക് അയ്യോ എനിക്ക് വീട്ടിൽ പോകണേ എന്നൊക്കെ പറഞ്ഞ് പേടി. എനിക്ക് നന്നായിട്ട് പേടിയുണ്ടായിരുന്നു കയറുന്നതിന് മുമ്പായിട്ട്. പക്ഷേ എൻ്റെ കൂടെ കയറിയ പുള്ളിക്കാരൻ എനിക്കിന്ന് വീട്ടിൽ എത്തണേ, അയ്യോ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്ന കേട്ടപ്പോഴത്തേക്ക് കളിയാക്കുന്നതല്ല പേടിയാണ്. പക്ഷേ എൻ്റെ പേടി പെട്ടെന്ന് മാറി. എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ചിരിക്കാനും ഇതൊക്കെ ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് ഡൈവേർട്ട് ആയിപ്പോയി എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ കാണിക്കുന്നത് കണ്ടിട്ട്. അങ്ങനെ ഞാൻ മേളിലോട്ട് പോയപ്പോൾ നമ്മളിങ്ങനെ കറക്കി താഴെ ഇരുന്ന് മറ്റേ മോട്ടർ തിരിക്കുന്നതിനൊന്നും മോട്ടറല്ലേ ജയൻറ്റ് വീൽ ഓടിക്കുന്നതിനൊന്നും പറയണ്ടല്ലോ, മനുഷ്യനോട് പേടിച്ചിട്ടിരിക്കുമെന്ന്. അവനിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുക നമ്മളെല്ലാവരും അകത്തിട്ട് ജയൻറ്റ് വീലിൻ്റെ മേളിൽ കയറിയിട്ട് കറങ്ങി ഇരുന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പേടിച്ച് കണ്ണൊക്കെ അടച്ചിരിക്കുമോ. ഞാൻ ഇപ്പം വീഡിയോ ഇടാം ഇതിൻ്റെ കൂട്ടത്തിൽ. 4 5 ഓക്കെയാണോ ബ്രോ? ഞാൻ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ കണ്ണടക്കുന്നതാണ്. അങ്ങനെ കണ്ണൊക്കെ അടച്ചിരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഞാൻ പുള്ളിക്കാരൻ കണ്ടിട്ട് എനിക്ക് ചെയ്യുന്നിട്ട് പുള്ളിക്കാരനെ കളിയാക്കുന്നതല്ല. ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈവേർട്ടായി പോയി. ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന്, എന്താ ഈ വ്ളോഗ്, എന്തിനാ ഈ വീഡിയോ ഇതെന്നുള്ള എന്നും കണ്ടൻറ്റൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ മേളിൽ നിന്ന് മരണക്കിണറിൻ്റെ സംഭവം ഉണ്ടായിരുന്നു, അതഴിക്കുന്നത് കണ്ട്. പിന്നെ വേറെ എന്താണ്ട് ജയൻറ്റ് വീൽ കയറി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറച്ച് പോകുന്ന സ്പീഡിൽ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും നമ്മൾ സസ്പെൻഡ് ആയി പോലും എന്ന് പറയുന്നത് താഴത്തേക്കുള്ള ഒരു ഡൗൺഫോൾ ഉണ്ടല്ലോ. നമ്മൾ ഇങ്ങനെ വന്നിട്ട് മേളിൽ ടോപ്പിൽ നിന്നിട്ട്
എന്ന് പറഞ്ഞുകൊണ്ട് താഴ്ചക്കെടുത്തില്ല. ആ ഒരു സ്ഥലം എത്തുമ്പോഴത്തേക്ക് നമ്മൾ എയറിൽ ഇങ്ങനെ സസ്പെൻഡായി നിൽക്കുന്ന പോലെ നിൽക്കും, ഇങ്ങനെ സ്പേസിൽ നിൽക്കുന്ന പോലെ. സ്പേസിൽ നിൽക്കുന്ന എനിക്കെങ്ങനെ അറിയാം, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ വെയ്റ്റ്ലെസ് ആയിട്ട് തോന്നുന്നു, ഇത്രേ ഉള്ളൂ. അപ്പം അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജയൻറ്റ് വീലിൽ നിന്ന് ഇറങ്ങി. കുറച്ച് ഇങ്ങനെ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ റിങ് തന്നിട്ട് റിങ് എറിയണം. അവരെ ഒരു ടേബിളിൽ കുറേ സാധനങ്ങളുണ്ട്, ബിസ്ക്കറ്റുകൾ വെച്ചിട്ടുണ്ട്, ഒരു പൈസയുടെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊന്നും എറിഞ്ഞിടാൻ പറ്റത്തില്ല എത്ര ചാൻസ് കിട്ടിയാലും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പറ്റിക്കാൻ വേണ്ടി മാത്രമായിട്ട് വെച്ചിരിക്കുന്ന സാധനം ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര എറിഞ്ഞാലും നമ്മൾ വിചാരിക്കും ഇപ്പം കിട്ടും എന്ന് പറഞ്ഞാൽ 50 രൂപയ്ക്ക് 8 റിങ്ങാണ് നമുക്ക് കിട്ടിയത്. 8 റിങ്ങാണ് ഞങ്ങൾക്ക് കിട്ടിയത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു റിങ് പോലും ചിലപ്പോൾ ഞങ്ങൾ എറിയുന്നതിൻ്റെ ആയിരിക്കും. ഇത് ചിലപ്പോൾ പ്രാക്ടീസ് ചെയ്ത് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്തിട്ട് വരുവാണെങ്കിൽ ചിലപ്പോൾ എറിഞ്ഞിടാൻ പറ്റുമായിരിക്കും. പക്ഷേ ഞങ്ങൾ എറിഞ്ഞിട്ട് ഒരെണ്ണം പോലും ഈ സാധനത്തിൻ്റെ പകുതിക്ക് പോലും ഇങ്ങനെ മേളിൽ വന്ന് നിന്നില്ല. എല്ലാം തറയിലേക്ക് തന്നെ പോകുമായിരുന്നു. ടേബിളിലേക്ക് കുത്തുന്നു, ചാടി തറയിലേക്ക് പോകുന്നു ഈ റിങ്. അത് കഴിഞ്ഞിട്ട് പോയി, അവിടെ 50 രൂപ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ചിരിക്കുമോ കപ്പ്. താഴത്ത് 4 കപ്പ്, പിന്നെ 3 കപ്പ്, പിന്നെ 2 കപ്പ്, പിന്നെ 1 കപ്പ്, താഴെ 5 കപ്പായിരുന്നു. എന്തായാലും സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ ട്രയാങ്കിൾ പോലെ കപ്പ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കും. എന്നിട്ട് നമ്മൾ 3 ട്രൈ ഉണ്ട്, 40 രൂപ അതിന്. ആ 3 ട്രൈയിൽ നമ്മൾ ഈ സ്റ്റാക്ക് ഫുള്ള് എറിഞ്ഞ് താഴെ ഇടുവാണെങ്കിൽ നമുക്ക് ഒരു ടെഡി ബെയറോ ഇങ്ങനത്തെ കുഞ്ഞു പാവയുണ്ടല്ലോ അതിനെ തരും. ഞങ്ങൾ എറിഞ്ഞിടാൻ നോക്കിയിട്ട് ഒരു പണി നടക്കുന്നില്ല. മറ്റേ സ്പോഞ്ചിൻ്റെ ബോളാണ്, മറ്റേ മഞ്ഞ ഒരു സ്മൈലിയൊക്കെ ആയിട്ടുള്ള ബോളുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് എറിയുന്നത്. ഇവിടെ ഞാൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് വെച്ചിട്ടാണ് എറിയുന്നത്. അത് വെച്ചിട്ട് എറിഞ്ഞിട്ട് സംഭവം കിട്ടുന്നില്ല. അതും പറ്റിപ്പാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പൈസ കൊടുത്ത് എറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിപ്പോൾ ഞങ്ങൾക്ക് ഇതിലൊന്നും ജയിക്കാൻ പറ്റാത്തതിൻ്റെ രോക്ഷമല്ല ഞാൻ ഈ പ്രകടിപ്പിക്കുന്നത്. ഇത് നമ്മൾ അനുഭവിച്ചൊരു സാഹചര്യമാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഈ ഗെയിംസിലോ അല്ലെങ്കിൽ എന്താ പറയുന്നത് എന്തെങ്കിലുമൊക്കെ ഇതേപോലത്തെ സംഭവങ്ങൾ കാണുവാണെങ്കിൽ അതിൽ കുറച്ച് നേരം നോക്കി നിന്നിട്ട് പങ്കെടുക്കും. നിങ്ങളുടെ പൈസ പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഇതെല്ലാം പറ്റിപ്പാണെന്ന്. അതല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. 2023 വിടാ, 2024 വരൂ. ഓക്കെ, അപ്പം ബൈ.